Hi friends, welcome back to Widget Master. I have telepathy. കഴിഞ്ഞ ദിവസം സ്നീക്ക് പീക്ക് എന്ന പേരിൽ ഇറങ്ങിയ എൻഗെയിമിന്റെ പുതിയ ക്ലിപ്പിന്റെ 48ാമത്തെ സെക്കൻഡിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ സാധിക്കും. ഇത് ആ സിനിമയിൽ തന്നെ ഉള്ളതാണോ, അല്ലെങ്കിൽ ഇത് വെറും ഒരു ഇല്യൂഷൻ ആണോ, അതായത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണോ, നമ്മുടെ ബ്രെയിനിന്റെ ചില കളികളെ? അവിടെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഈ ഒരു കാര്യമാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഏകദേശം 48 സെക്കൻഡ് കഴിഞ്ഞ് 50 സെക്കൻഡിനിടയിലാണ് ഒരു സ്ത്രീ ശബ്ദം ഐ ഹാവ് ടെലിപ്പതി എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ കോമിക്സിൽ തോറിനോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ മാർവലിനോ ഈ ഒരു ടെലിപ്പതിക് പവേഴ്സ് ഇല്ല. കൂടാതെ MCUവിലും തോറിന് ഇത്തരം ടെലിപ്പതിക് പവേഴ്സ് ഇല്ല. എന്നാൽ കോമിക്സിൽ ക്യാപ്റ്റൻ മാർവലിന് 7th സെൻസ് ഉണ്ട്. എന്നാൽ അത് എല്ലാ സമയങ്ങളിലും ഇല്ല. ക്യാപ്റ്റൻ മാർവലിന്റെ ചില വില്ലന്മാർക്കെതിരെ മാത്രമേ ഉള്ളൂ ക്യാപ്റ്റൻ മാർവലിന് ഈ ഒരു 7th സെൻസ്. എന്നാൽ MCUവിലും ക്യാപ്റ്റൻ മാർവലിന് കുറെ പവേഴ്സ് ഉണ്ട്. എന്നാൽ അതിൽ ടെലിപ്പതിക് പവേഴ്സ് ഉണ്ടോ എന്ന് തീർത്തും ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ ഒരു ക്ലിപ്പിൽ തീർച്ചയായും നമുക്ക് ഐ ഹാവ് ടെലിപ്പതി എന്ന് പറയുന്നത് കേൾക്കാൻ സാധിക്കും. ഒരുപക്ഷെ ക്യാപ്റ്റൻ മാർവലിന്റെ ഏതെങ്കിലും ഒരു സീക്രട്ട് മിഷൻ തോറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഒരുപക്ഷെ ക്യാപ്റ്റൻ മാർവലിന് ഇങ്ങനെ ഒരു പവർ ഉണ്ടായിരുന്നെങ്കിൽ തീർത്തും അത് സെൻസ് ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കൂടാതെ മാർവൽ തന്റെ ഓരോ ട്രെയിലറും അല്ലെങ്കിൽ ഓരോ ക്ലിപ്സും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് തന്നെയാണ് അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം സ്പോയിലേഴ്സ് ഒരുപാട് ഒഴിവാക്കി തന്നെയായിരിക്കും അവർ ഇത്തരം ക്ലിപ്പുകൾ പുറത്താകുന്നതും. അതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ ആദ്യത്തെ 15 മിനിറ്റോളം ഭാഗങ്ങൾ മാത്രമേ അവർ ട്രെയിലറിൽ ഉൾപ്പെടുത്താറുള്ളൂ. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? റെഡിറ്റിൽ നിന്ന് ആരംഭിച്ച ഈ ഒരു തിയറിക്ക് അവിടെ തന്നെ അവർ ഉത്തരവും കണ്ടെത്തി കഴിഞ്ഞു. ഇത് ഓഡിറ്ററി ഇല്യൂഷൻ ആണെന്ന്. കാരണം നമ്മൾ ഈ ഒരു ക്ലിപ്പ് ആദ്യം കാണുമ്പോൾ തീർച്ചയായും നമുക്ക് അങ്ങനെ ഒരു ശബ്ദം അവിടെ കേൾക്കാൻ സാധിച്ചിരുന്നില്ല. നമ്മൾ എത്ര തവണ കേട്ടാലും നമുക്ക് അങ്ങനെയൊന്നും കേൾക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ആരൊക്കെയോ ഐ ഹാവ് ടെലിപ്പതി എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴാ ക്ലിപ്പ് കണ്ടാലും നമുക്ക് അങ്ങനെ തന്നെ കേൾക്കാൻ സാധിക്കും. നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ പോലും നമുക്ക് തീർച്ചയായും നമുക്കത് കേൾക്കാൻ സാധിക്കും. ഐ ഹാവ് ടെലിപ്പതി എന്ന് തീർച്ചയായും നമുക്ക് കേൾക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ നമ്മൾ ആ ക്ലിപ്പ് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ തലച്ചോറ് ഐ ഹാവ് ടെലിപ്പതി എന്ന് കേൾക്കാൻ ഒരുപാടായി ശ്രമിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ കേൾക്കാൻ സാധിക്കുന്നത്. കാരണം അവിടെ അങ്ങനെ ഒരു സൗണ്ട് ഉള്ളതായി നമ്മുടെ തലച്ചോറ് ഉറപ്പിച്ചു കഴിഞ്ഞു. കൂടാതെ ഈ ഒരു സൗണ്ട് അവിടെ എങ്ങനെ ഉണ്ടാവുന്നതെന്നും ഈ ഒരു റെഡിറ്റിൽ നിന്ന് തന്നെ ഉത്തരം നൽകി കഴിഞ്ഞു. ഒരു സൗണ്ട് എഞ്ചിനീയർ ആണ് ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് തന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ആ ഒരു സീൻ കാണിക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ നമുക്ക് ആ തീം മ്യൂസിക്കും കൂടാതെ എന്തോ റബ്ബ് ചെയ്യുന്നത് പോലെയും കേൾക്കാൻ സാധിക്കും. കൂടാതെ തോർ അവിടേക്ക് നടന്നു വരികയാണ്. അവിടെ തന്നെ ആ നടന്നു വരുന്നതിന്റെ ശബ്ദവും കേൾക്കാൻ സാധിക്കും. കൂടാതെ ആ ഒരു സീനിൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരുടെയും ശബ്ദം തീർച്ചയായും അവിടെ കേൾക്കാൻ സാധിക്കും. ഈ ഒരു സൗണ്ട്സ് എല്ലാം ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ വരുമ്പോൾ നമുക്കത് ഐ ഹാവ് ടെലിപ്പതി എന്ന് പറയുന്നതായി തോന്നും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വെറും ഒരു തോന്നൽ മാത്രമാണെന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നതും. കൂടാതെ ഇത്തരം ഓഡിറ്ററി ഇല്യൂഷൻസ് മുൻപും നടന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് കൂടുതൽ പരിചയമുള്ളത് ഇത്തരം ഓഡിറ്ററി ഇല്യൂഷൻസ് അല്ല, ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് ആണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു ചിത്രം. കാരണം ഒരുപാട് ട്രെൻഡിങ് ആയ ഒരു ഇമേജ് തന്നെയായിരുന്നു ഇത്. കാരണം ഇതിൽ ഏതൊക്കെ കളറുകളാണ് ആരൊക്കെ കാണുന്നതെന്ന് തീർത്തും പറയാൻ സാധിക്കുകയില്ല. കാരണം പലർക്കും പല കളർ കോമ്പിനേഷനിലായിട്ടാണ് നമുക്കത് കാണുന്നത്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ്. ഇതാണ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ഇത്തരം ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ഒരു തോറിന്റെ സ്നേഹം കാണുന്നത്. ഒരുപക്ഷെ ഈ ഒരു റെഡിറ്റ് തിയറിയിൽ പറയുന്നത് സത്യമാണെങ്കിൽ ഇത് തീർത്തും തലച്ചോറിന്റെ ഒരു കളിയായി മാത്രം ഒതുങ്ങിയേക്കാം. ഇതിന്റെ ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി പഠിച്ചവർക്ക് തീർച്ചയായും ഇതെന്താണെന്ന് പറയാൻ സാധിക്കും. ചിലപ്പോൾ ഇത് ഇല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് ആ സിനിമയിൽ തന്നെ ഉള്ളതായിരിക്കാം. എന്തായാലും പൂർണ്ണമായിട്ട് നമുക്ക് എന്താണെന്ന് പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എൻഗെയിം വരെ കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻറ്റേഴ്സും പ്ലോട്ട്സ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇവന്റെ എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാവുന്ന പ്രതീക്ഷയോടെ എന്റെ പേര് അമൽ. യു ആർ വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.